അന്ധസഭയിലുണ്ടെങ്കിൽ ഇങ്ങനെ വിളിച്ച് പളവള പറയല്ലേ വേണ്ട, ഉളുപ്പിട്ടേക്കും. അതേ നേരത്തെ പറഞ്ഞ് അഭിമാനമൊന്നും ഉണ്ടാവില്ല, ആത്മാഭിമാനം ഉണ്ടാവില്ല. ആത്മാഭിമാനം ഉള്ളവർ കുളിച്ചൊരു കുളത്തിലെങ്കിലും അറിയാത്തൊരു പ്രാവശ്യം കുളിച്ചിട്ടുണ്ടെങ്കിൽ എന്താണെങ്കിലും ചങ്ങൂരുണ്ടെങ്കിൽ പറയണം. ഉളുപ്പില്ലാത്ത വർദ്ധം പറഞ്ഞാൽ ഞാൻ പറയേണ്ട വാക്ക് വേറെയാണ്. പിന്നെ ആര് കൈക്കൂലി വാങ്ങി ആരാണ് അഴിമതി നടത്തിയെന്ന് വെറും വാക്ക് പറഞ്ഞാൽ പോരാ. ആ പറഞ്ഞ ആണത്വമുണ്ടെങ്കിൽ, അഭിമാനമുണ്ടെങ്കിൽ, ആത്മാഭിമാനം ഉണ്ടെങ്കിൽ, നമ്മളൊക്കെ പച്ചക്ക് പറയുന്നത് ഞാൻ പറയുന്നില്ല, ഒരു പിറവിയിൽ തന്നെ അഭിമാനത്തോടുള്ള ഒരു ആത്മാഭിമാനത്തിൽ കുളിച്ച കുളത്തിലെങ്കിലും ഒരു പ്രാവശ്യം കുളിച്ച പാരമ്പര്യം ഉണ്ടെങ്കിൽ ഇത് തെളിയിക്കണം. ഇത് തെളിയിച്ചാൽ ഞാൻ എൻ്റെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കാൻ തയ്യാറാണ്. മലയാളം സർവകലാശാല ഭൂമി വിവാദം വീണ്ടും കത്തുന്നു. താൽക്കാലികമായിട്ടാണെങ്കിലും കെട്ടടങ്ങിയ വിഷയം കഴിഞ്ഞ ദിവസം തിരൂർ മുനിസിപ്പൽ കൗൺസിലാണ് വീണ്ടും ഉയർന്നത്. മുനിസിപ്പൽ കൗൺസിലറും CPM നേതാവ് കൂടിയായ ഗഫൂർ പി ലില്ലീസ് 23 നടന്ന കൗൺസിലിൽ പറഞ്ഞത് മലയാളം സർവകലാശാല ഭൂമി ഇടപാട് അത് പണം വാങ്ങിയത് താനല്ല, മുൻ MLA സി മമ്മൂട്ടിയാണെന്നാണ്. ഇതിനെതിരെ ശക്തമായ ഭാഷയിൽ തുറന്നടിച്ചിരിക്കുകയാണ് സി മമ്മൂട്ടി. ആണത്തവും അഭിമാനവും ഉള്ളവരെങ്കിൽ ഈ വിഷയം തെളിയിക്കണം. തെളിയിക്കുന്ന പക്ഷം തൻ്റെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുമെന്നും അല്ലെങ്കിൽ ഗഫൂർ പി ലില്ലീസ് രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കാൻ തയ്യാറാവണമെന്നും മാത്രമല്ല മാനനഷ്ട കേസ് ഫയൽ ചെയ്യുമെന്നും നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നും മുൻ MLA കൂടിയായ സി മമ്മൂട്ടി പറഞ്ഞു. ഗവൺമെന്റും മറ്റു എല്ലാ സംവിധാനങ്ങളും കയ്യിലുള്ളവർ തൻ്റെ അടമുണ്ടെങ്കിൽ താൻ അഴിമതി നടത്തിയത് അന്വേഷിക്കട്ടെ എന്നും സി മമ്മൂട്ടി ശക്തമായ ഭാഷയിൽ തുറന്നടിച്ചു. മലയാളം സർവകലാശാല മലയാളികൾ അഭിമാനമായി ഇന്ന് എല്ലാവരും കാണുന്ന മലയാളം സർവകലാശാല ഇത് തുടക്കം മുതലേ അതിലുള്ള ചില അപാകതകൾ അഴിമതി ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചർച്ചകളുണ്ടായിരുന്നു. കുറച്ച് മുന്നേ അത് KT ജലീലും PK ഫിറോസും അതിൻ്റെ ചില കാര്യങ്ങളൊക്കെ പുറത്തുകൊണ്ടുവരികയും പിന്നെ പൊടുന്നതിന് അത് നിൽക്കുകയും ചെയ്തു. അത് കൊണ്ടല്ലേ ഇപ്പോൾ മലയാളം സർവകലാശാല ഭൂമി ഇടപാട് നടത്തിയ ആൾ, അതിൽ പണം വാങ്ങിയെന്ന് രേഖ പറയുന്ന ആൾ കഴിഞ്ഞ 23-ാം തീയതി ഇത് നഗരസഭാ കൗൺസിൽ, അദ്ദേഹം CPM നേതാവാണ്, ഇപ്പോൾ നിലവിൽ തിരു മുനിസിപ്പാലിറ്റി 34-ാം വാർഡ് കൗൺസിലറാണ്. അദ്ദേഹം കഴിഞ്ഞ 23-ാം തീയതി കൗൺസിൽ ഹാളിൽ വെച്ചിട്ട് വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യം തന്നെ, ഇതിൽ ഒന്നും ഞാൻ അല്ല, ഇതിൽ മുൻ MLA സി മമ്മൂട്ടിയാണ്, ഇത് പണം വാങ്ങിയതും എല്ലാം സി മമ്മൂട്ടിയാണ്, എനിക്കതിൽ ഒരു പങ്കുമില്ല എന്ന് തുറന്ന് പറയുന്ന ഒരു സാഹചര്യം. ഒപ്പം തന്നെ അദ്ദേഹം പറഞ്ഞത് ഇതിന് തുറന്ന സംവാദത്തിന് ഞാൻ തയ്യാറാണ്, ആരും തയ്യാറാണ്, ഒരു വെല്ലുവിളികൾ നടത്തിയിട്ടുണ്ട്. എന്താണ് അത് സത്യാവസ്ഥ? ഇത് അദ്ദേഹത്തിന് എന്താ മാനസിക തയ്യാറുണ്ടോയെന്ന് അറിയില്ല, സ്ഥലകാല ഭ്രമം ഉണ്ടോയെന്ന് അറിയില്ല. ഇത് മലയാള സർവകലാശാല കൊണ്ടുവന്നത് എൻ്റെ കാലത്താണ്. ഇത് 2011 ഞാൻ ആദ്യമായി തിരൂർ വന്ന് പറഞ്ഞപ്പോൾ പത്രക്കാരനോട് ചോദിച്ചു, ഈ നാടിൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കും എന്ന് ഞാൻ പറഞ്ഞപ്പോൾ മലയാളം സർവകലാശാല കൊണ്ടുവരുമെന്ന് വെച്ചപ്പോൾ തീർച്ചയായും അതിനുവേണ്ടി പരിശ്രമിക്കും എന്ന് പറഞ്ഞ് പത്രസമ്മേളനം കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രിയാകാൻ അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന ഉമ്മൻചാണ്ടിയെ വിളിച്ചു. സർ, നമുക്ക് മലയാളം സർവകലാശാല സ്ഥാപിക്കും എന്ന് നമുക്ക് പ്രകടന പത്രികയിൽ പറയണം എന്ന് പറഞ്ഞ് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിക്കുകയും ഞങ്ങളെ മത്സരത്തിന് ശേഷം ജയിച്ചപ്പോൾ അത് ബജറ്റ് പ്രഖ്യാപനത്തിൽ പ്രഖ്യാപിക്കുകയും നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറയുകയും തിരൂരിൽ സ്ഥാപിക്കുമെന്ന് പറയുകയും ചെയ്തു. അങ്ങനെ പറഞ്ഞു. നവംബർ 1 അത് ആരംഭിക്കുന്നതിന് കറക്റ്റ് നവംബർ 1 അതിൻ്റെ ഉദ്ഘാടനവും ചെയ്തു. താൽക്കാലിക കെട്ടിടം വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അവിടെ ഒരു താൽക്കാലികമായി വാടകയ്ക്കൊരു സ്ഥലം നോക്കി. അതിനോടൊപ്പം തന്നെ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നാട്ടുകാർ പിരിവെടുത്ത് സ്വരൂപിച്ച തുക വാങ്ങി ചെലവഴിച്ച് 25 ഏക്കർ ഭൂമി തുഞ്ചം കോളേജിന് വേണ്ടി വാങ്ങിയതിൽ നിന്ന് 5 ഏക്കർ ഭൂമി മലയാള സർവകലാശാലയുടെ താൽക്കാലിക ഓഫീസ് തുടങ്ങാൻ വേണ്ടി കൊടുക്കുകയും അതനുസരിച്ച് ഞങ്ങൾ 85 ദിവസം കൊണ്ട് അവിടെ പ്രീ ഫാബ്രിക്കേറ്റഡ് ആയിട്ട് ജയകുമാർ ഞങ്ങളും കൂടെ ശ്രമഫലമായിട്ട് ഞങ്ങൾ അവിടെ ഒരു സ്ഥാപനം, ഒരു കെട്ടിടം ഉണ്ടാക്കുകയും ചെയ്തു. മനോഹരമായ പ്രവർത്തി മുന്നോട്ട് പോയിട്ടുണ്ട്. ഇതിന് സ്ഥിര കെട്ടിടം വേണം എന്നതിൻ്റെ ആവശ്യം തുടർച്ചയായി ഉന്നയിക്കുകയും ആദവനാടൊരു ഭൂമി കണ്ടെത്തുകയും ആ ഭൂമി നോട്ടിഫൈ ചെയ്യുകയും ചെയ്തു. ഇത് നോട്ടിഫൈ ചെയ്തപ്പം മലയാള സർവകലാശാലയുടെ ഉദ്ഘാടന ദിവസം നവംബർ 1-ാം തീയതി 2011 മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വന്നപ്പോൾ ആ നാട്ടുകാർ വലിയ പ്രക്ഷോഭമായിട്ട് കുറേ ആളുകൾ ഇത് ഭൂമി കൃഷിക്കാരെ പ്രശ്നങ്ങളുണ്ട്, അങ്ങനെയുണ്ട്, ഇങ്ങനെയുണ്ട്, പരിസ്ഥിതി പ്രശ്നങ്ങളുണ്ടാവും പറഞ്ഞിട്ട് ഒരു വമ്പിച്ചൊരു പ്രതിഷേധമായിട്ട് വന്നപ്പോൾ അന്ന്
മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഒരു കാര്യം പറഞ്ഞു, വിവാദ ഭൂമി മലയാള സർവകലാശാലത്തിൽ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നില്ല. വിവാദമില്ലാത്ത ഭൂമിയെ ഞങ്ങൾ എടുക്കുള്ളൂ. അതുകൊണ്ട് വിവാദമില്ലാത്ത ഭൂമി ആരുണ്ടെങ്കിലും പ്രപ്പോസ് ചെയ്യണം എന്ന് പറഞ്ഞ് ഓപ്പണായി പ്രഖ്യാപനം നടത്തി. ഒരുപാട് അപേക്ഷകൾ ഗവൺമെൻറ് വന്നുകൊണ്ടേയിരുന്നു. ഇത് കണ്ടമാന അപേക്ഷകൾ വന്നപ്പോൾ ഇതെല്ലാം കലക്ടറാണ് റവന്യൂ ഹെഡ്, കലക്ടറേറ്റിൽ നിന്ന് കിട്ടുന്നതൊക്കെ ഗവൺമെൻറ്റിലേക്ക് ഇങ്ങനെ അയക്കും. 2016 തെരഞ്ഞെടുപ്പ് നടക്കുന്നത് വരെയും, അന്ന് 2016 മാർച്ച് 1 തെരഞ്ഞെടുപ്പ് ചട്ടം പ്രഖ്യാപിക്കുന്നവരെയും ഒരു ഭൂമിയും എടുക്കുന്നതിന് തീരുമാനം എടുത്തില്ല. ഗവൺമെൻറ് ഇങ്ങനെ ഇഷ്ടംപോലെ ബെഞ്ച് മാർക്കിൻ്റെ പ്രപ്പോസലുണ്ട്, ഇവരെ പിന്നെ ഈ പറഞ്ഞ ഈ ലില്ലി ഇവരെ ഗ്രൂപ്പിൻ്റെ പ്രപ്പോസലുണ്ട്, പിന്നെ വെട്ടത്ത് നിന്നുള്ള വേറെ പ്രപ്പോസലുണ്ട്, പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് നിന്നുള്ള പ്രപ്പോസൽ, അങ്ങനെ ഒരുപാട് പ്രപ്പോസൽ ഗവൺമെൻറ് വന്നപ്പോൾ സുതാര്യമായിരിക്കണം ഈ ഭൂമി എടുക്കുന്നത് എന്ന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ശക്തമായ നിലപാട് അതനുസരിച്ച് മുന്നോട്ട് പോയും ഭൂമിയൊന്നും എടുക്കാൻ തീരുമാനം ഉണ്ടായില്ല. കാരണം സുഖമായി പ്രവർത്തിക്കാനുള്ള, ഇന്നും ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന താൽക്കാലിക കെട്ടിടമല്ലേ, അവിടെ 5 ഏക്കർ ഭൂമിയാണ്, സുന്ദരമായിട്ട് കെട്ടിടം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ കിട്ടിയ അപേക്ഷകളിലൊക്കെ ഈ ലില്ലി ഗഫൂർ ഉൾപ്പെട്ട ഈ ഭൂമി ഇവർ പ്രപ്പോസ് ചെയ്തപ്പോൾ അതിൽ ജില്ലയിൽ നിന്ന് പ്രപ്പോസ് ചെയ്ത ആ ഫോർവേഡ് ലെറ്ററിൽ പറയുന്നുണ്ട്, ഇത് വെള്ളക്കെട്ട് ഭൂമിയാണ്, ഇത് നിർമ്മാണ പ്രവർത്തനം യോഗ്യമല്ല എന്ന് അതിൽ പറയുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം മാർച്ച് 1 വന്നതിന് ശേഷം പിന്നെ തെരഞ്ഞെടുപ്പ് ചട്ടത്തിൽ വന്ന ഒരു പ്രവർത്തനം നടത്താൻ പാടില്ല, തീരുമാനം എടുക്കാൻ പാടില്ല. പക്ഷേ പിന്നീട് വന്ന ഗവൺമെൻറ് ഇടതുപക്ഷ ഗവൺമെൻറ്റാണ്. സ്വാഭാവികമായും ഒരു ഇടതുപക്ഷത്തിൻ്റെ പിന്നെ ഇപ്പോഴത്തെ മന്ത്രി അബ്ദുറഹിമാനും അവർ സഹോദരന്മാരും ഈ ലില്ലിയും ഇവരൊക്കെ ഉൾപ്പെട്ടതുകൊണ്ടും ഈ സ്ഥാനാർത്ഥി തന്നെ ഇതിനു വേണ്ടി ശ്രമം നടത്തുന്നതുകൊണ്ടും ഇത് പിന്നെ സമ്മർദ്ദം ചെലുത്തി ഇതെടുക്കുന്നുള്ള നീക്കം അറിഞ്ഞപ്പോൾ ഞാൻ MLA ആയി സത്യപ്രതിജ്ഞ ചെയ്ത് ആദ്യമായിട്ട് റവന്യൂ വകുപ്പ് മന്ത്രി ചന്ദ്രശേഖരനും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ രവീന്ദ്രനാഥിനും മുഖ്യമന്ത്രിക്കും ഞാൻ രേഖാമൂലം ഒരു കത്ത് കൊടുക്കുകയാണ്. വമ്പിച്ച അഴിമതി ഉള്ള ഒരു പ്രപ്പോസലാണ്. മാത്രമല്ല അതിന് ശുപാർശ കത്തിൽ തന്നെ ഈ ഗവൺമെൻറ് ജില്ലാ കലക്ട്രേറ്റിൽ നിന്ന് ഫോർവേഡ് ചെയ്യുന്ന ലെറ്ററിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, വെള്ളക്കെട്ട് ഭൂമിയാണ്, നിർമ്മാണത്തിന് പറ്റൂല, യോഗ്യമല്ല എന്ന് പറയുമ്പോൾ ഒരിക്കലും നിർമ്മാണ യോഗ്യമല്ലാതെ എടുക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെയുള്ള ഭൂമി അത് എടുക്കാൻ പാടില്ല എന്ന് വ്യക്തമായി എഴുതിയത് ഈ ഭൂമിയെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് കുഞ്ഞു ഹാജിയുടെ പെൺമക്കളിൽ നിന്നും സെൻറ്റിന് 10,000 ഉറുപ്പ്യക്ക് തോതിൽ ഈ വെള്ളക്കെട്ട് ഭൂമി ലില്ലി ഗഫൂർ വാങ്ങിയത് രേഖയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് വിജിലൻസ് എൻക്വയറി നടന്നുകൊണ്ടിരിക്കുക. ആ വിജിലൻസിൻ്റെ എൻക്വയറിയിലും അത് ഈ വെള്ളക്കെട്ടിൻ്റെ ഇത് പറഞ്ഞിട്ടാണ് ഈ പിന്നെ പരിസ്ഥിതി പ്രവർത്തകൻ നീലകണ്ഠൻ പിന്നെ കേസ് കൊടുത്ത് കേസ് ഇപ്പോൾ വിജിലൻസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഈ പൈസ മുഴുവൻ പിന്നീട് ഇതൊക്കെ പറഞ്ഞിട്ടും ഇവർ അഴിമതി നിറഞ്ഞു എന്ന് ബോധ്യപ്പെട്ട ഈ ഭൂമി, ഈ വെള്ളക്കെട്ടുള്ള ഭൂമി അന്ന് അവരെടുത്തു. ഇന്ന് വരെ അവിടെ ഒരു നിർമ്മാണ പ്രവർത്തനം പോലും തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഈ 11 ഏക്കറോളം അവിടെ ഭൂമി എടുത്ത് അതിൽ നിർമ്മാണത്തിന് യോഗ്യതയുള്ള ഭൂമി എത്രയാ? ഈ 5 ഏക്കർ പോലും ഇല്ല. ഇപ്പോൾ സൗജന്യമായിട്ട് തിരൂർ തുഞ്ചൻ കോളേജിൻ്റെ കൈവശമുള്ള അവരോട് വാങ്ങിയ കൈവശമുള്ള ഭൂമി, കിട്ടുന്ന ഭൂമി പോലും ഇവർക്ക് ഈ ഇത്രയും സ്ഥലം ഇത്രയും പൊന്നും വില കൊടുത്ത് ഭീമമായ വെട്ടിപ്പ് തട്ടിപ്പ് നടത്തിയിട്ട് വാങ്ങിയ ഈ കെട്ടിടം ഇന്ന് വരെയായിട്ട് വർഷത്രയായി? 5 വർഷം പൂർത്തിയായില്ലേ? എന്തുകൊണ്ട് നിർമ്മാണം തുടങ്ങുന്നില്ല? ഞാൻ അന്ന് പറഞ്ഞ കാര്യം ഇപ്പോൾ യാഥാർത്ഥ്യമായി വന്നു. അന്ന് ഞാൻ പറഞ്ഞതാണ് ഇതെടുത്താൽ നിർമ്മാണത്തിന് പറ്റൂല. ഇപ്പം ഭൂമി കയ്യിലുള്ള യൂണിവേഴ്സിറ്റിക്ക് 5 ഏക്കർ ഉണ്ട്. 5 ഏക്കറിൽ മനോഹരമായ കെട്ടിടം ഉണ്ടാക്കാൻ കഴിയും. ഇത് വെള്ളക്കെട്ടില്ലാതെ പിന്നെ അവിടെ മഴ പെയ്താൽ അത് അവർക്ക് കാണാം. അപ്പോൾ ആ സമയത്ത് ജൂൺ മാസത്തിൽ അവിടെ മഴ പെയ്തപ്പോൾ ഒന്നായി വെള്ളക്കെട്ടായി നിറഞ്ഞു പൊഴിയായി ഒഴുകുന്ന ഘട്ടത്തിൽ ഇതിൻ്റെ ഫോട്ടോ അടക്കം അന്ന് മന്ത്രിയുടെ ഇവർക്ക് ശ്രദ്ധപ്പെടുത്തി. പക്ഷേ ഇവരുമായി ശക്തമായി മുന്നോട്ട് പോയി.
അതിനുശേഷം നിയമസഭയിൽ അടിയന്തര പ്രമേയം കൊണ്ടുവന്നു, അടിയന്തര പ്രമേയം അനുവദിച്ചില്ല. അതിനുശേഷം സ്പീക്കർ പറഞ്ഞു നിങ്ങൾക്ക് ഒരു സബ്മിഷനായിട്ട് അവതരിപ്പിക്കാമെന്ന് പറഞ്ഞു. സബ്മിഷനായി അവതരിപ്പിക്കുകയും ഈ ആരോപണം ഇതിൽ അഴിമതി നടത്തിയിട്ടുണ്ട് നിയമസഭയിൽ രേഖാമൂലം അഴിമതി ആരോപണം ഉന്നയിക്കുകയും ഈ ലില്ലി ഗഫൂർ ഈ വാങ്ങിയ അഴിമതിയുടെ ഇതിൻ്റെ രേഖ മേശപ്പുറത്ത് വെക്കുകയും ചെയ്തു. പക്ഷേ അഴിമതി നടത്തിക്കൊണ്ട് തന്നെ അത് അവർ ഭൂമി ഒരു സെൻറ്റിൻ്റെ മുകളിൽ 1.5 ലക്ഷം ഉറുപ്പ്യൻ്റെ മേലെ എന്ന് പറഞ്ഞാൽ ഒരു ഏക്കർക്ക് എത്രയായി? 1.5 ലക്ഷം എന്ന് പറഞ്ഞാൽ പിന്നെ 1.5 കോടി ഉറുപ്പ്യയായി ഒരേക്കർക്ക്. 1.5 കോടി ഉറുപ്പ്യൻ്റെ വ്യത്യാസം വന്നാൽ അവിടെ എടുത്ത ഭൂമി എത്രയാണ് വാങ്ങിയത്? കോടികളുടെ അഴിമതിയാണ് അവിടെ നടത്തിയത്. പ്രത്യക്ഷമായി ആർക്കും എളുപ്പത്തിൽ നോക്കി ഒറ്റ തുറന്ന് മനസ്സിലാവും, തിരൂർക്കാർക്ക് പ്രത്യേകിച്ച്. അങ്ങനെ പറഞ്ഞിട്ടും ഈ ഗവൺമെൻറ് ഈ അഴിമതി നടത്തി. അതാണ് പ്രകടമായി പ്രത്യക്ഷത്തിൽ ബോധ്യപ്പെട്ട അഴിമതിയാണ്. അപ്പോൾ ഇതിൽ അവർക്കൊന്നും പറയാനില്ല, കാരണം ഇത് വേറെ മറുപടി ഒന്നും പറയാനില്ല. പിന്നെ ഇപ്പോൾ ലില്ലി ഗഫൂർ, അതാണ് ഞാൻ പറയുന്നത്, ലില്ലി ഗഫൂറാണ് 10 റുപ്യയായിട്ട് അവിടെ നിന്ന് വാങ്ങിയതിൻ്റെ രേഖയുണ്ട്. പിന്നെ ഇത് എല്ലാം പ്രത്യക്ഷത്തിൽ എല്ലാവർക്കും പകൽ വെളിച്ചം പോലെ പിന്നെ വ്യക്തമായതുമാണ്. ഇപ്പോൾ ലില്ലി ഗഫൂർ പറഞ്ഞത് ഈ 5 വർഷം ഈ പ്രോസസ്സ് നടക്കുന്ന ഘട്ടത്തിൽ ഞാനവിടെ ഉണ്ടായിട്ടും ഇതുവരെ ആരും പറയാത്തതും പറഞ്ഞിട്ടില്ലാത്തതും ഒരു പ്രതിപക്ഷത്തിരിക്കുന്നതിലല്ലല്ലോ നടപടിക്രമം പൂർത്തീകരിക്കേണ്ടത് ഭരണപക്ഷത്തുള്ളവല്ലേ. സാധാരണ ഭരണപക്ഷത്തുള്ളവർക്കാണ് അതിൻ്റെ അഴിമതിയും കാര്യങ്ങളും നടത്തുക. അവരെന്നെ ഭരണപക്ഷികൾ, അവരാണ് വില ഭൂമി എടുത്തത്, അവരെന്നെയാണ് പൈസ കൊടുത്തത്, അവരെന്നെയാണ് പിന്നെ അമിതമായി വില വാങ്ങിയത്, അവർക്ക് തന്നെയാണ് ഡ്രാഫ്റ്റ് മുഴുവൻ കൈമാറിയിരിക്കുന്നത്, അവരുടെ കയ്യിലാണ് മുഴുവൻ പണം കിട്ടിയത്. പിന്നെ ആര് കൈക്കൂലി വാങ്ങി, ആരാണ് അഴിമതി നടത്തിയെന്ന് വെറും വാക്ക് പറഞ്ഞാൽ പോരാ. ആ പറഞ്ഞ ആണത്വമുണ്ടെങ്കിൽ, അഭിമാനമുണ്ടെങ്കിൽ, ആത്മാഭിമാനമുണ്ടെങ്കിൽ, നമ്മൾക്ക് പച്ചക്ക് പറയുന്ന ഞാൻ പറയുന്നില്ല, ഒരു പിറവിയിൽ തന്നെ അഭിമാനത്തോടുള്ള ഒരു പിന്നെ ആത്മാഭിമാനത്തിൽ കുളിച്ച കുളത്തിലെങ്കിലും ഒരു പ്രാവശ്യം കുളിച്ച പാരമ്പര്യം ഉണ്ടെങ്കിൽ ഇത് തെളിയിക്കണം. ഇത് തെളിയിച്ചാൽ ഞാൻ എൻ്റെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കാൻ തയ്യാറാണ്. എന്നാൽ തെളിയിച്ചില്ലെങ്കിൽ അദ്ദേഹം രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കാൻ തയ്യാറാണ്. ഒന്ന്. രണ്ടാമത്, ഇത് ഞാൻ അറിഞ്ഞത് ഇന്നലെയാണ്. ഇത് അവിടെ ഒരു യോധ പറഞ്ഞു എന്ന് പറഞ്ഞ് അങ്ങനെ വിട്ടേച്ചാൽ പോലെ നിങ്ങളിപ്പോൾ കാണിച്ചുകൊണ്ട് ഞാൻ മറുപടി പറയാണ്. മറുപടി അറിയിക്കാത്തതാണ്, ഇത് അപച്ചോടെ തള്ളേണ്ടതാണ്. പക്ഷേ ഈ നിങ്ങൾ വന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനൊരാൾ പറയുമ്പോൾ അത് തെളിയിക്കേണ്ട ബാധ്യത അദ്ദേഹത്തിനുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ മാനനഷ്ട കേസ് ഫയൽ ചെയ്യും, ഞാൻ അദ്ദേഹത്തിൻ്റെ നിയമ നടപടി സ്വീകരിക്കും, യാതൊരു അംശമില്ല. മാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ ഈ പറച്ചിൽ ഇദ്ദേഹം അഴിമതി നടത്തി എന്ന് പറയൽ കൂടിയാണ്. കാരണം ഇദ്ദേഹം അഴിമതി നടത്തിയിട്ടാണ് ഇത് ചെയ്തതെന്നാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത്. ഏതായാലും പ്രതിപക്ഷത്തുള്ള ഒരാൾക്ക് അഴിമതി നടത്തി ഇത് വാങ്ങേണ്ട കാര്യമില്ല. കാരണം പ്രതിപക്ഷത്തിരിക്കുന്ന ഒരാൾക്ക് ആരും കൈക്കൂലി കൊടുക്കില്ല. അത് പറയുമ്പോൾ ഞാൻ പറഞ്ഞത് തലക്ക് വെളിവില്ല എന്ന് ഞാൻ ചോദിക്കുന്നതിന് കാരണം അതാണ്. പിന്നെ ഞാനവിടെ ഇത്രയും കാര്യം ഇന്ന് വരെ ഒരാൾ ഉന്നയിക്കാത്ത, അപ്പം ഞാനവിടെ ഇല്ലയെന്ന് വിചാരിച്ചാൽ ഒരു ചൂടങ്ങ് പറഞ്ഞാൽ അങ്ങ് ശരിയാവുമെന്ന് വിചാരിച്ച് പറയുന്നതാണെങ്കിൽ, എന്നെ അറിയുന്ന ഞാൻ അറിയുന്ന തിരൂരിലെ ജനത രാഷ്ട്രീയത്തിന് അതീതമായി, ഞാൻ ഒരു MLA എന്നുള്ള നിലക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ശുപാർശ ചെയ്തതും സൂചിപ്പിച്ചതും സമർപ്പിച്ച എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ ദൈവാനുഗ്രഹം കൊണ്ട് സാധിച്ചിട്ടുണ്ട്. എൻ്റെ കഴിവുകൊണ്ടല്ല. കുടിവെള്ള പദ്ധതിയാവട്ടെ, റോഡുകളാവട്ടെ, ഒരു പാർട്ടിക്കും, അത് BJP ആവട്ടെ, CPM ആവട്ടെ, രാഷ്ട്രീയം ഇല്ലാത്തവരാവട്ടെ, സന്നദ്ധ സംഘടനകളാവട്ടെ, എല്ലാ ഭരണകക്ഷിയാവട്ടെ, പ്രതിപക്ഷ പറഞ്ഞ എല്ലാ കാര്യങ്ങളിലും പോസിറ്റീവായ നിലപാടെടുത്ത എന്നെ നന്നായി അറിയുന്ന നാട്ടുകാരാണ്. അവർ എന്നെക്കുറിച്ചിത് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല എന്നെനിക്ക് ഉറപ്പുണ്ട്. ഒന്ന്. രണ്ടാമത്, എൻ്റെ ജീവിതത്തിൽ ഒരാൾക്കും തിരൂരിലെ ആയിരക്കണക്കിന് 10,000 വരുന്ന വോട്ടർമാർ ഒരു നയാ പൈസ സംഭാവനയായിട്ട് പോലും ഞാൻ വാങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ സുതാര്യത എൻ്റെ ജീവിതത്തിൽ എന്നും ഉണ്ടാവും. ഇപ്പം ഞാൻ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയാണ്. ഞങ്ങളുടെ പൊതുപ്രവർത്തന രംഗത്ത് ആ പരിപൂർണ്ണ പവിത്രതയും എന്നും കാത്തുസൂക്ഷിക്കുന്നുണ്ട്. അത് ജീവിതത്തിൽ എന്നും ഉണ്ടായിരിക്കും. ഇത്തരം പുലമ്പലുകൾ പല ഭാഗത്തും പലരും പറഞ്ഞേക്കാം, പറയും. അത് അവർ ആത്മാർത്ഥതയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതില്ല അവർക്ക് ആളാകാൻ കഴിയോ, അല്ലെങ്കിൽ അവർക്ക്
അങ്ങനത്തെ സ്വഭാവം ഉള്ളത് കൊണ്ട് വിളിച്ചു പറയുന്നതാണ്. ഇപ്പോൾ ഈ പറഞ്ഞതും അവർ നടത്തിയ അഴിമതി അവർ വിജിലൻസ് അന്വേഷണം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ആ വിജിലൻസ് കേസെടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നടക്കുമ്പോൾ അവർക്കിങ്ങനെ എന്തും വിളിച്ചു പറഞ്ഞിട്ട് എന്തെങ്കിലും അവർക്ക് ചിലപ്പോൾ ഈ ഇലക്ഷൻ അടുത്തുകൊണ്ട് ഒരു ഇലക്ഷൻ സ്ഥാനാർത്ഥിയാകാൻ വേണ്ടിയിട്ടോ അല്ലെ 2 പ്രാവശ്യം ദയനീയമായി പരാജയപ്പെട്ട് പിൻവാങ്ങേണ്ടി വന്ന ഇപ്പുറം പരിഗണിക്കാത്തതുകൊണ്ടോ എന്തുകൊണ്ടുണ്ടാകുന്ന ഒരു അപകർഷതാബോധത്തിൽ നിന്ന് ഉടലെടുത്തതാകാം. എനിക്കതിനെപ്പറ്റി അറിയില്ല. ഇത് അവജ്ഞയോടെ തള്ളിക്കളിയാണ്. പക്ഷേ ഈ അഴിമതി ആരോപണം എന്നുള്ളത് കൊണ്ടാണ് ഞാനത് മുഖവിലക്കെടുത്തുകൊണ്ട് ഒന്നുകിൽ അദ്ദേഹം തെളിയിക്കണം, അല്ലെങ്കിൽ അദ്ദേഹം അത് പിൻവലിക്കണം, അതല്ലെങ്കിൽ ഞാൻ ശക്തമായ നിയമ നടപടിയുമായിട്ട് നഷ്ടപരിഹാര കേസ് ഫയൽ ചെയ്യുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അഭിമാനത്തിനും ആത്മാഭിമാനത്തിനും യോജിച്ചതല്ല, ഒരു അന്തസ്സുള്ള പ്രവർത്തകന് യോജിച്ചതല്ല. ഇനി പറഞ്ഞത് നിങ്ങൾക്ക് പറയുന്നതിൽ ഉറച്ചു നിൽക്കുന്നുവെങ്കിൽ അത് തെളിയിക്കേണ്ട ബാധ്യത വെല്ലുവിളിക്കുകയാണ്. പിന്നെ ഓപ്പൺ ഡിബേറ്റ് ഞങ്ങളും കാൻഡിഡേറ്റ് ആയപ്പോൾ അന്ന് ഞങ്ങൾ മീറ്റ് കാൻഡിഡേറ്റ് ഓപ്പണായിട്ട് ഡിബേറ്റ് നടത്തിയാണ്. അന്ന് ഞാൻ പച്ചക്ക് വിളിച്ച് പറഞ്ഞാണ്, അന്ന് നിങ്ങളിത് ഈ സീമമ്മൂട്ടി ഇക്കാര്യത്തിൽ എന്തെങ്കിലും നേടിയിട്ടുണ്ട്, അല്ലെങ്കിൽ അഴിമതിയോ അല്ലെങ്കിൽ എന്തെങ്കിലും നേടിയെന്ന് തെളിയിക്കുകയോ ചൂണ്ടിക്കാണിക്കുകയോ ചെയ്താൽ അന്ന് സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനും രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കാനും തയ്യാറാണെന്ന് ഞാൻ വെല്ലുവിളിച്ചിരുന്നു. അന്ന് മീറ്റ് കാൻഡിഡേറ്റ് പരിപാടിയിൽ അന്ന് മറുപടി ഒന്നുമില്ലാതെ ബബ്ബടിച്ച് പോയതാണ്. ഇപ്പോൾ ആരും ഇല്ലാത്തപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ അങ്ങ് ചുളുവിൽ അങ്ങ് വിശ്വസിക്കുമെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹം ജീവിക്കുന്ന വിഡ്ഢിയുടെ സ്വർഗത്തിലാണ്. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയാം, ആ പറഞ്ഞ വാക്ക് പിൻവലിക്കുകയും മാപ്പ് പറയുകയോ ചെയ്യുകയോ അതല്ലെങ്കിൽ അത് തെളിയിക്കണം. ഇത് രണ്ടുമല്ലെങ്കിൽ മാനനഷ്ട കേസ് ഫയൽ ചെയ്യും, ഏതറ്റം വരെ പോയി നിയമ നടപടി സ്വീകരിക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യും. പിന്നെ എനിക്ക് പൊതുജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ 10 വർഷം തിരൂർ MLA ആയിട്ടുണ്ട്. ഒരാളോട് ഞാൻ ഒരു കച്ചവടക്കാരോട് വ്യവസായികളോട് പോയിട്ട് ഞാൻ എൻ്റെ ഇലക്ഷൻ്റെ ഒരു പിരിവ് പോലും ഞാൻ എടുത്തിട്ടില്ല. ഇവരുടെ ഒന്നും ഒരു ചായ പോലും ഞാൻ കുടിച്ചിട്ടില്ല. ഞാൻ ചാലഞ്ച് ചെയ്യാൻ ഒരു ചായ പോലും ഇവരുടെ നമ്മൾ കുടിക്കാറില്ല. 10 വർഷം സുതാര്യമായിട്ട് ഞങ്ങളവിടെ നടത്തിയ പ്രവർത്തനങ്ങൾ കോടികളുടേതാണ്. മലയാളം സർവകലാശാല, പുതിയൊരു എയ്ഡഡ് കോളേജ് ആദവനാട്, പിന്നെ നിരവധി സ്കൂളുകൾക്ക് വമ്പിച്ച മാറ്റങ്ങൾ, നിരവധി റോഡുകൾ, പാലങ്ങൾ, ഒരുപാട് പാലങ്ങൾ, നാഷണൽ തീരദേശ ഹൈവേ കേരളത്തിൽ അവിടെ മാത്രം അന്ന് ഉദ്ഘാടനം. അങ്ങനെ നിരവധി പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ദൈവാനുഗ്രഹം കൊണ്ട് കറപുരളാത്ത കരങ്ങളായിട്ട് ഞാൻ തിരിച്ചു പോകുന്നത്. ഒരു അഴിമതി ആരോപണം ഉന്നയിക്കാൻ പോലും അവർക്കുണ്ടായിട്ടില്ല. ഞാനന്ന് പരസ്യമായിട്ട് എല്ലാ യോഗങ്ങളും വെല്ലുവിളിക്കാറുണ്ട്. ഗവൺമെൻറ് അവരുടെ കയ്യിലുണ്ട്. ഈ ലില്ലി ഗഫൂർ എന്ന് പറയുന്ന ആളിപ്പോൾ പറഞ്ഞ വാക്ക് ഞാൻ തലക്ക് വെളിവില്ലാത്ത വാക്കാന്ന് പറയാൻ കാരണം അവരുടെ കയ്യിൽ ഗവൺമെൻറ് ഇല്ലേ? തൻ്റെ ഉടനെ അന്വേഷിക്കട്ടെ. എല്ലാ ഏജൻസി അവരുടെ കയ്യിലുള്ളത്, വിജിലൻസ് അവരുടെ കയ്യിലുണ്ട്, പോലീസ് അവരുടെ കയ്യിലുണ്ട്, ഡിപ്പാർട്ട്മെൻറ്റ് അവരുടെ കയ്യിലുണ്ട്, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുണ്ടല്ലോ. അന്തസഭയിലുണ്ടെങ്കിൽ ഇങ്ങനെ വിളിച്ച് പളവള പറയാല്ലോ വേണ്ട, ഉളുപ്പിട്ടേക്കും. അതേ നേരത്തെ പറഞ്ഞേ, അഭിമാനമൊന്നും ഉണ്ടാവില്ല, ആത്മാഭിമാനം ഉണ്ടാവില്ല. ആത്മാഭിമാനം ഉള്ളവർ കുളിച്ചൊരു കുളത്തിലെങ്കിലും അറിയാത്തൊരു പ്രാവശ്യം കുളിച്ചിട്ടുണ്ടെങ്കിൽ എന്താണെങ്കിലും ചങ്കൂരുണ്ടെങ്കിൽ പറയണം. ഉളുപ്പില്ലാത്ത വർദ്ധം പറഞ്ഞാൽ ഞാൻ പറയേണ്ട വാക്ക് വേറെയാണ്. എൻ്റെ സംസ്കാരം അനുവദിക്കാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് ഞാൻ ഓപ്പണായിട്ട് പറയാം, ഞാൻ ആരോടും എന്തെങ്കിലും സംഭാവന വാങ്ങുകയോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലുള്ള അമിതമായിട്ടുള്ള എൻ്റെ ജീവിതത്തിൽ ഞാൻ അവിടെ 10 വർഷം ഉണ്ടായിട്ട് ഞാൻ ഒരാൾ വാങ്ങിയിട്ടില്ല. അതുപോലും എനിക്ക് തുറന്നടിച്ച് പറയാൻ കഴിയും, ഇത്രയും വികസനം നടത്തിയപ്പോഴും. പിന്നെ പ്രതിപക്ഷത്തിരിക്കാൻ പോകുമ്പോൾ തീരെയും ചെയ്യാൻ കഴിയില്ലല്ലോ. ഭരണപക്ഷത്തിട്ടാകുമ്പോൾ ചെയ്തിട്ടില്ല. കാരണം അവിടെ എത്ര ഹൈമാസ് ലൈറ്റുകൾ വെച്ചു, എത്ര ബസ് സ്റ്റാൻഡുകൾ നിർമ്മിച്ചു, ഒക്കെ ഉണ്ടല്ലോ. അവസാനം ഒരാരോപണം പറയാനോ, സ്റ്റേഡിയം നിർമ്മിച്ചോടാ, സ്റ്റേഡിയത്തിൽ അഴിമതി ഞാൻ പറഞ്ഞു അന്വേഷിക്കട്ടെ. എന്നിട്ട് ഇവരെ ഗവൺമെൻറ് കാലത്ത് അന്വേഷിച്ചില്ലേ? വിജിലൻസ് വന്ന് അന്വേഷിച്ചല്ലോ. ഒരു നയാ പൈസയുടെ അഴിമതി അക്കാര്യത്തിലുണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാം ഓപ്പണാണ്. എൻ്റെ ലൈഫിൽ എനിക്കത് എന്നും ചാലഞ്ചായിട്ട് ഞാൻ പറയും. നമ്മളൊക്കെ ഇതുവരെയും കാത്തു സൂക്ഷിക്കുന്നത് ചില മൂല്യങ്ങളാണ്. അത് രാഷ്ട്രീയത്തിൽ ഉണ്ട് എന്ന് വിശ്വസിക്കുകയും ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു പൊതുപ്രവർത്തകനാണ്.
ഞാൻ MSF-ലൂടെ കടന്നു വന്ന് 71 രാഷ്ട്രീയ രംഗത്ത് വന്നതാണ്. 71 MSF-ൻ്റെ ശാഖാ സെക്രട്ടറിയായി വന്ന് പിന്നെ താലൂക്ക് സെക്രട്ടറി, ജില്ലാ സെക്രട്ടറി, ജില്ലാ പ്രസിഡന്റ്, സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി, പിന്നെ സ്റ്റേറ്റ് MSF-ൻ്റെ പ്രസിഡന്റ്. 1987 ഞാൻ കൽപ്പറ്റ മത്സരിച്ചു. അതിനുശേഷം 88 ഞാൻ വീണ്ടും യൂത്ത് ലീഗിൻ്റെ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറിയായി മുനീസായി പ്രസിഡൻ്റായി. 11 വർഷക്കാലം യൂത്ത് ലീഗിൻ്റെ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറിയായി. അങ്ങനെ ഞാൻ വീണ്ടും കൊടുവള്ളിയിൽ MLA ആയി 2001. അതിനുശേഷം 2007 മത്സരിച്ചില്ല. 2011 വീണ്ടും തിരൂരിൽ വന്ന് മത്സരിച്ചു. 2016 വീണ്ടും മത്സരിച്ചു, MLA ആയി. 3 ടേം പൂർത്തിയായതുകൊണ്ട് ഞാനങ്ങനെ വാദിക്കുന്ന ആളായതുകൊണ്ട് ഞാൻ തിരഞ്ഞെടുപ്പിൽ നിന്നൊക്കെ മാറിയെന്നു. ഞാൻ പൊതുപ്രവർത്തന രംഗത്ത് സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ദൈവാനുഗ്രഹം കൊണ്ട് ഒരു കറുത്ത പുള്ളി എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അത് അന്തസ്സോടെ അഭിമാനത്തോടെ എവിടെയും പറയാൻ കഴിയും. മടിയിൽ കനമുള്ളവനെ വഴിയിൽ പേടിക്കേണ്ടതുള്ളൂ. അതുകൊണ്ട് തന്നെ മടിയിൽ കനമില്ല, വഴിയിൽ പേടിക്കേണ്ടതില്ല. അതുകൊണ്ട് ആ സുതാര്യതയും സത്യസന്ധതയും ധാർമ്മികമൂല്യം ഉയർത്തിപ്പിടിക്കുന്ന ജീവിതവും ഇന്നും നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലക്ക് എന്നെക്കുറിച്ച് പറഞ്ഞത് അന്തസ്സും അഭിമാനം ഉണ്ടെങ്കിൽ അദ്ദേഹം അത് തെളിയിക്കണം. ഇല്ലെങ്കിൽ അത് മാപ്പ് പറയണം, അദ്ദേഹം പിൻവലിക്കണം. അതുമല്ലെങ്കിൽ ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, നിയമ നടപടിയുമായി മുന്നോട്ട് പോകും. ശക്തമായ നടപടിയിൽ മുന്നോട്ട്. ഇത് കേവലം ഒരു മലയാളം സർവകലാശാലയുടെ അഴിമതിയിൽ ഇരുവരും തമ്മിലുള്ള വാക്കുപോര് മാത്രമല്ല, ഈ അടുത്ത കാലത്ത് കേരളം കണ്ട ഏറ്റവും വലിയ ഭൂമി കുംഭകോണത്തിന്റെ ചുരുളഴിയലാണ്. ഇനിയും ഇതിൽ മിണ്ടാതിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ മൗനം വെടിയണം. ഈ അഴിമതി പുറത്തു കൊണ്ടുവന്ന ഇതിലെ കുറ്റക്കാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണം. വരും ദിവസങ്ങളിലും ഇതിലെ ചർച്ചകൾ തുടരാം.